ഈ ദൃശ്യമാധ്യമത്തിലൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഫാമിലി കോൺഫറൻസിൽ കർത്താവിൻ്റെ തിരുവചനം പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭ്യമായ അവസരം ജീവിതത്തിൽ വിലയേറിയതായിട്ട് കരുതുകയും അതിന് എനിക്ക് അവസരം നൽകി തന്ന പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ എനിക്ക് ലഭ്യമായിരിക്കുന്ന തീം ഹി ഈസ് അറ്റ് ദ ഡോർ, ബി പ്രിപ്പയർഡ്, ചർച്ച് ആൻഡ് ക്രൈസ്റ്റ് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. അവൻ വാതുക്കൽ, സഭയും ക്രിസ്തുവും വെളിപ്പാട് പുസ്തകത്തിൽ എന്നുള്ള തീമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതിലെ ചില ആത്മീക ചിന്തകൾ നിങ്ങളുമായിട്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പങ്കുവയ്ക്കുവാൻ പ്രാർത്ഥനയോടുകൂടെ നമുക്കെല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുകയും ദൈവസാന്നിധ്യത്തിനായിട്ട് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. വിശുദ്ധ ബൈബിൾ ദൈവസ്നേഹത്തെപ്പറ്റിയുള്ള പങ്കുവയ്ക്കലാണ്. ബൈബിൾ ഉടനീളമുള്ള പ്രമേയം എന്ന് പറയപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ ദൈവസ്നേഹത്തിൻ്റെ കൾമിനേഷനാണ് ബുക്ക് ഓഫ് റെവലേഷൻ എന്ന് പറയപ്പെടുന്നത്. സോ ബുക്ക് ഓഫ് റെവലേഷൻ ഈസ് ദ കൾമിനേഷൻ ഓഫ് ഡിവൈൻ ലവ്. എന്നാൽ അത് വായിക്കുന്ന പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കോംപ്ലിക്കേഷൻ ഉള്ളൊരു പുസ്തകമായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം 7 തലയും 10 കൊമ്പും, തീ തുപ്പുന്ന സർപ്പം, 3 തവള, സൂര്യനെ അണിഞ്ഞ സ്ത്രീ, ഇങ്ങനെയൊക്കെയുള്ള മോഡേൺ ഫിക്ഷൻ മൂവിക്കകത്തെ ഒരു ഹൊറർ സ്റ്റോറി പോലെ ചിലപ്പോൾ നമുക്ക് തോന്നുവാനായിട്ടുള്ള സാധ്യതകൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങളിൽ കൂടെ വായനക്കാർ ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പ്രമേയം എന്ന് പറയപ്പെടുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി അഥവാ കാന്തയ്ക്കായി വീണ്ടും പ്രത്യക്ഷനാകുവാൻ പോകുന്ന കാന്തനും അവരുടെ സ്നേഹബന്ധത്തെയും അവരുടെ ഏകാഗ്രതയും അവരുടെ നിർമ്മലതയും ഉടയ്ക്കുവാൻ ശ്രമിക്കുന്ന ലോകം, ജഡം, പിശാച് എന്നീ ശക്തികളോടുള്ള എതിരുകളും വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ എഴുത്തുകാരനായിരിക്കുന്ന യോഹന്നാൻ വിവരിക്കുന്നതാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയപ്പെടുന്നത്. അന്നത്തെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ അർത്ഥതലങ്ങളുടെ ആഴങ്ങൾ നമുക്ക് ഹൃദ്യമായിട്ടും ആഴമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തിന് ഹിസ്റ്റോറിക്കൽ, പ്രെട്രിസ്റ്റിക്, അലിഗോറിക്കൽ ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. അത് അതിൻ്റേതായിരിക്കുന്ന നല്ല ഗുണങ്ങളും തിന്മയുടെ വശങ്ങളുമൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നും നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കാതെ ഈ പുസ്തകത്തിൽ കൂടെ നമുക്ക് നിക്ഷിപ്തമായിരിക്കുന്ന ചില ചിന്തകൾ ആത്മാവിൽ ചിന്തിച്ച് ദൈവസന്നിധിയിൽ ഉണരുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം രേഖപ്പെടുത്തുന്നത് ക്രിസ്തു ആരാണ് എന്നുള്ളതാണ്. ക്രിസ്റ്റോളജിയാണ്. തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ പറ്റിയുള്ള ക്രിസ്റ്റോളജിയാണ് 1-ാം അധ്യായം. 2ഉം 3ഉം അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സഭ എന്താണ്, സഭ എന്തായിരിക്കണം എന്നുള്ള എക്ലീഷിയോളജിയാണ് 2, 3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4, 5 എന്നീ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരാധന എങ്ങനെ ആയിരിക്കണം, എപ്രകാരമായിരിക്കണം എന്നുള്ള ഹോളിസ്റ്റിക് ട്രിനിറ്റേറിയൻ വർഷിപ്പാണ് 4, 5 എന്നീ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സൊറ്റീരിയോളജിയാണ്, രക്ഷാശാസ്ത്രമാണ്. 19 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ ഭാവികാല പ്രത്യാശയെപ്പറ്റിയുള്ള എസ്കറ്റോളജിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിനെ വേദശാസ്ത്രജ്ഞന്മാർ അതിനെ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് അതിൻ്റെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് സഭ, ക്രിസ്തു എന്നുള്ള ചിന്തയാണ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നത്.
അതിന് ആധികാരികമായിട്ട് 2 വാക്യങ്ങൾ മാത്രം ഞാൻ പറയാം. 2-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ സഭയെപ്പറ്റി പറയുന്നു, നീ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് ഒരു വാക്ക്. അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ മറ്റൊരു വാക്യം കാന്തനെ പറ്റി പറയുന്നു, അഥവാ മണവാളനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ വാതിലിൽ നിന്ന് മുട്ടുന്നു. ശ്രദ്ധിക്കുക, 2 പ്രിയപ്പെട്ടവരെ പറ്റി. സഭയാരാണ്? സഭ വധുവാണ്, സഭ പ്രിയതമയാണ്. സഭയുടെ കാന്തൻ കർത്താവാണ്, ക്രിസ്തു വരനും സഭ മണവാട്ടിയുമാണ്. ഇപ്പോൾ സഭ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരുന്ന സഭ ഇപ്പോൾ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. കാന്തൻ ഇപ്പോൾ നിൽക്കുന്നത് വാതിക്കലാണ്. വളരെ വേദനാജനകമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാന്തൻ ഇപ്പോൾ വാതിലിന് വെളിയിലും കാന്ത അകത്ത് മുറിക്കകത്തുമാണ്. ഡോർ ഈസ് ക്ലോസ്ഡ്, സമ്മൺ ഈസ് ലോക്ക് ദ ഡോർ. ആരോ ഈ മുറി പൂട്ടിയിരിക്കുകയാണ്. സംബഡി ഈസ് ഇൻസൈഡ് ദ റൂം. ആരൊക്കെയോ ഈ മുറിക്കകത്തുണ്ട്. അതുകൊണ്ട് കാന്തൻ നിന്ന് മുട്ടിയിട്ടും തുറക്കുവാൻ കഴിയാതെ, സോ ഷീ ഹാസ് സം സീക്രട്ട് ലവേഴ്സ്. ഇവൾ മുറി തുറക്കാത്തതിൻ്റെ കാര്യം, ഇതിൻ്റെ അകത്തളങ്ങളിൽ ആരൊക്കെയോ ഇവൾക്ക് രഹസ്യ കാമുകന്മാരുണ്ട് സഭയ്ക്ക്. അതുകൊണ്ടാണ് മുറി തുറക്കുവാൻ കഴിയാതെ അകത്തളങ്ങളിൽ ഇവൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തുറക്കുവാനായിട്ട് കഴിയുന്നില്ല, അവൻ വാതിലിൽ നിന്ന് മുട്ടുകയാണ്. അതിൽ 1-ാമത് എന്ന് പറയപ്പെടുന്നത് നിക്കലോവിയറാണ്. അന്നത്തെ ഹെറിറ്റിക് ടീച്ചിങ്സ് ആണ് നിക്കലോവിയർ എന്ന് പറയപ്പെടുന്നത്. As long as you are a spiritual person, there is no issue with what you do with your body. ശരീരം കൊണ്ട് എന്ത് ചെയ്താലും യാതൊരു വിധമായ പ്രശ്നവുമില്ല എന്ന് പഠിപ്പിക്കുന്ന നിക്കലോവിയർ സഭയ്ക്കകത്ത് ഉണ്ട്. They are also leaders. അവരും സഭയുടെ ലീഡർമാരാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ചക്രവർത്തി ആരാധന ഉണ്ടായിരുന്നു, ഇംപീരിയൽ വർഷിപ്പ് ഉണ്ടായിരുന്നു. ജൂലിയസ് സീസറിനെയും ഡൊമീഷ്യസിനെയും വെസ്പേഷ്യനെയും ഒക്കെ ആരാധിക്കുന്ന ഇംപീരിയൽ വർഷിപ്പ് ഉണ്ടായിരുന്നു. ചക്രവർത്തി പൂജ, ചക്രവർത്തി ആരാധന, ചക്രവർത്തി ഉത്സവങ്ങൾ, അതുപോലെ തന്നെ സെക്ഷൽ ഇമ്മോറാലിറ്റി ഒക്കെ ശരീരം കൊണ്ട് വെക്കാം എന്നുള്ള ഒരു ചിന്താധാര അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ശരീരം കൊണ്ട് എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നും, അങ്ങനെ ചെയ്തില്ല എങ്കിൽ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നില്ല എങ്കിൽ ഇവരിൽ പല പ്രിയപ്പെട്ടവരുടെയും കൃഷിയിടങ്ങൾ നഷ്ടപ്പെടും, തൊഴിൽ നഷ്ടപ്പെടും, ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് നിക്കലോവിയർ പഠിപ്പിച്ചു, ശരീരം കൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല, കാരണം നിന്റെ ആത്മാവ് നന്മയിലാണ്. ദൈവകൃപയിലായിരിക്കുന്നിടത്തോളം കാലം ശരീരം കൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നാണ്. സോ ദിസ് ഈസ് എ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി. ഇന്നത്തെ പുതിയ കാലഘട്ടത്തിന്റെ ഒരു പുതിയ സ്പിരിച്വാലിറ്റിയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 ബിലയാമാണ്. ഇതിൻ്റെ അകത്ത് ഇവളോട് പ്രണയിക്കുന്ന ബിലയാമാണ് 2-ാമതായിട്ടുള്ളത്. ഇത് സഭയിലെ ലീഡേഴ്സ് തന്നെയാണ്. അനീതിയുടെ കൂലി കൊതിച്ച ബിലയാം എന്നാണ് യൂദായുടെ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, മണിസ്ട്രി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ മിനിസ്ട്രി. എന്തും സാമ്പത്തികത്തിന് വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് തയ്യാറാകുന്ന ബിലയാം. ഹീസ് എ ഗ്രേറ്റ് പ്രോഫറ്റ്, ഹീസ് എ നൈസ് ഗായ്. ഗൂഢാലോചനകൾ, വഴിതെറ്റിക്കൽ, കറപ്ഷൻസ്, ഇതൊക്കെയായിരുന്നു ബിലയാം എന്ന് പറയപ്പെടുന്ന പ്രവാചകന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ബിലയാം സഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തുറക്കുവാനായിട്ട് കഴിയുന്നില്ല, അവൻ വാതിലിൽ നിന്ന് മുട്ടുകയാണ്. 3-ാമതായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിസബേലാണ്. ജിസബേൽ, സോ she has a special agenda to keep her positions and fame. അവളുടെ പൊസിഷനും ഫെയിമും സൂക്ഷിക്കുക എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. അതിനുവേണ്ടി എന്ത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും കളിക്കുവാൻ ജിസബേൽ തയ്യാറാണ്. അതുകൊണ്ട് പാവപ്പെട്ട കണ്ണുനീരൊരുക്കുന്ന നാബോത്തിനെ പോലും ഇല്ലായ്മ ചെയ്യുവാൻ അവൾക്ക് മനസാക്ഷിക്ക് യാതൊരു വിധമായ പ്രശ്നവുമില്ല. നീതിബോധമില്ലാത്ത 800-ൽ പരം പ്രവാചകന്മാരെ കൂട്ടുനിന്ന് തൻ്റെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ജിസബേൽ സഭയ്ക്കകത്ത് ഉണ്ട്. പാവപ്പെട്ട വിശുദ്ധനായിരിക്കുന്ന ഏലിയ പ്രവാചകനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന, തൻ്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കപ്പെടുന്ന ജിസബേൽ സഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ട്
ചർച്ച് ഹാസ് എ ലവ് അഫെയർ വിത്ത് അതർ പീപ്പിൾ. അതുകൊണ്ട് തുറക്കുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് സഭ മാറി. ഇന്നത്തെ സഭയിലും ഇങ്ങനെയുള്ള നിക്കലോവിയറും ജിസബേലും ബിലയാമും എല്ലാം സഭകളിലുണ്ട്. നിക്കലോവിയർ കാണിക്കുന്നത് റിലീജിയസ് മിസ്റ്റിസിസമാണ്. ബിലയാം കാണിക്കുന്നത് കൾച്ചറൽ ഇൻഫിൽട്രേഷൻ ആണ്. അതുപോലെ തന്നെ ജെസബേൽ കാണിക്കുന്നത് പൊളിറ്റിക്കൽ അഫിലിയേഷനാണ്. ഇന്നും സഭകളിൽ സംഭവിക്കുന്നത് പൊളിറ്റിക്കൽ അഫിലിയേഷൻ, കൾച്ചറൽ ഇൻഫിൽട്രേഷൻ, റിലീജിയസ് ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയാണ്. അതുകൊണ്ട് ഇത് തുറക്കുവാൻ കഴിയാതെ അടച്ചിട്ടിരിക്കുകയാണ്. എങ്കിലും ഞാൻ ഇന്ന് രാവിലെ പറയട്ടെ, സർദിസിൽ ചില പ്രിയപ്പെട്ടവർ, ഉടുപ്പ് മലിനമാകാത്ത ചില പ്രിയപ്പെട്ടവർ അതിൻ്റെ മധ്യത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫിലദൽഫിയയിലുള്ള പ്രിയപ്പെട്ടവരെ പറ്റി പറയുന്നത്, നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും എൻ്റെ വചനത്തെ കാത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അന്തിപ്പാസിനെ കൊന്ന കാലഘട്ടത്തിൽ പോലും വിശ്വാസം നിഷേധിക്കപ്പെടാത്ത ചില പ്രിയപ്പെട്ടവർ പെർഗമോസിൽ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പ്രതികൂലത്തിൻ്റെയും പേർസിക്യൂഷൻ്റെയും ഇംപീരിയൽ വർഷിപ്പിൻ്റെയും അകത്തും പുറത്തും പീഡനങ്ങളും പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും വന്നപ്പോൾ ദൈവത്തിൻ്റെ സഭ പിടിച്ചു നിൽക്കുന്ന ഒരു ചെറിയ കൂട്ടമുണ്ടായിരുന്നു. ഈ വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ ഉത്തമഗീതവുമായിട്ട് ചേർത്ത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഒരു ശൂലേങ്കാരത്തിയുണ്ട്. കടുന്തൂക്കിന്റെ മറവിലിരിക്കുന്ന പ്രാവെന്നാണ് അവളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുള്ളുകളുടെ ഇടയിലെ താമര എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനേക പ്രലോഭനങ്ങൾ, ഏറിയ വെള്ളങ്ങൾക്ക് അവളുടെ പ്രേമത്തെ കെടുത്തിക്കളയുവാൻ കഴിയത്തില്ല എന്നാണ് ഉത്തമഗീതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവളോട് ജാരന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് നിന്റെ പ്രിയന്റെ വിശേഷത എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, അവൻ സർവാംഗ സുന്ദരൻ, അവൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ, എൻ്റെ പ്രിയൻ മനോഹരനായിരിക്കുന്നതാണ്. എന്താണ് എൻ്റെ പ്രിയന്റെ വിശേഷത? വാതിക്കൽ മുട്ടുന്ന വെളിപ്പാട് പുസ്തകത്തിലെ പ്രിയന്റെ വിശേഷത എന്താണ്? The book of Revelation is giving the profound Christology. മറ്റ് ക്രിസ്റ്റോളജിയെക്കാട്ടിൽ, പുതിയ നിയമത്തിലെ മറ്റേത് പുസ്തകങ്ങളെക്കാട്ടിലും ക്രിസ്റ്റോളജി പ്രൊഫൗണ്ടായിട്ട് പറയപ്പെടുന്ന ഏക പുസ്തകം. So this book is giving the real Christ. വെളിപ്പാട് പുസ്തകത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ടും ക്രിസ്തുവിനെ പറ്റി പ്രധാനമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷങ്ങളിൽ കാണപ്പെടുന്ന ക്രിസ്തു അല്ല വെളിപ്പാട് പുസ്തകത്തിൽ കാണപ്പെടുന്ന ക്രിസ്തു. സുവിശേഷങ്ങളിൽ കാണപ്പെടുന്ന ക്രിസ്തു നസ്രേത്തിലെ ക്രിസ്തുവാണ്. സുവിശേഷങ്ങളിൽ കാണപ്പെടുന്ന ക്രിസ്തു എന്ന് പറയപ്പെടുന്നത് തച്ചന്റെ മകനാണ്. സുവിശേഷങ്ങളിൽ കാണപ്പെടുന്ന ക്രിസ്തു എന്ന് പറയപ്പെടുന്നത് വേശ്യാപുത്രൻ എന്നും മറിയ എന്നും ഒക്കെ പറയപ്പെടും. സുവിശേഷങ്ങളിൽ കാണപ്പെടുന്നത് ഹി ഈസ് ദ സൺ ഓഫ് കാർപെന്റർ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ക്രിസ്തു ഉണ്ടല്ലോ, ഹി ഈസ് ദ കൺട്രോളർ ഓഫ് എവരിത്തിങ്. വന്നവനും വരുവാനിരിക്കുന്നവനും ഇനിയും വരുവാനുള്ള ചരിത്രത്തിന്റെ ആദ്യാക്ഷരവും മധ്യാക്ഷരവും അന്ത്യാക്ഷരവുമാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണപ്പെടുന്ന ക്രിസ്തു എന്ന് ഇന്ന് പകൽക്കാലം പറയട്ടെ. സുവിശേഷത്തിൽ കാണപ്പെടുന്ന ക്രിസ്തു എന്ന് പറയപ്പെടുന്നത് എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവൻ, എല്ലാവരാലും ത്യജിക്കപ്പെട്ടവൻ, എല്ലാവരാലും വെറുക്കപ്പെട്ടവനാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണപ്പെടുന്ന ക്രിസ്തു ഉണ്ടല്ലോ, സകല ഗോത്രത്തിൽ നിന്നും, സകല ഭാഷയിൽ നിന്നും, സകല വംശത്തിൽ നിന്നും എല്ലാവരും he was worshipped by the nations, എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന ക്രിസ്തുവാണ്. പുതിയ നിയമത്തിലെ കാണപ്പെടുന്ന സുവിശേഷങ്ങളിൽ കാണപ്പെടുന്ന ക്രിസ്തു അതിനെ കുഞ്ഞാടായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലെ ക്രിസ്തു ഉണ്ടല്ലോ, ഹി ഈസ് ദ ലയൺ ഓഫ് ജുഡയ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. സുവിശേഷങ്ങളിൽ കാണപ്പെടുന്ന ക്രിസ്തു വരുന്നത് ഒരു കുതിരപ്പുറത്താണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ വരുന്ന ക്രിസ്തു ഉണ്ടല്ലോ അശ്വാരൂഢനായി, മേഘാരൂഢനായി 19-ാമത്തെ അധ്യായത്തിൽ തന്റെ സഭയ്ക്ക് വേണ്ടി എഴുന്നള്ളുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണപ്പെടുന്നത്. സുവിശേഷങ്ങളിൽ കാണപ്പെടുന്ന ക്രിസ്തു ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം നിൽക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന മറിയയ്ക്ക് വേണ്ടി ഒരു തോട്ടക്കാരനെ പോലെ ഇറങ്ങി വരികയാണ്. എമ്മൗസിലേക്ക് നിരാശരായി കടന്നുപോയ ശിഷ്യന്മാർക്ക് വേണ്ടി ഒരു സഹയാത്രികനെ പോലെ വരികയാണ്. ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി ഒരു മജീഷിനെ പോലെ ഇറങ്ങി വരികയാണ്. അതുപോലെ തന്നെ ഹല്ലേലൂയ, പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ കഴിയപ്പെടുന്ന യോഹന്നാന് വേണ്ടി അവന്റെ ഏകാന്തതയിൽ ഇറങ്ങി വരികയാണ്. ഇന്ന് പകൽക്കാലവും ആ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും എന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണപ്പെടുന്ന പ്രിയതമൻ എല്ലാ പ്രിയപ്പെട്ടവരെ കാട്ടിലും ശ്രേഷ്ഠനാണ്.
അങ്ങനെയാണെങ്കിൽ പുതിയ നിയമസഭ കാന്തയുടെ മനോഹാരിത എന്താണ്? വെളിപ്പാട് പുസ്തകത്തിന്റെ പരിസമാപ്തി എന്ന് പറയപ്പെടുന്നത് കാന്തനും കാന്തയും തമ്മിലുള്ള വാസമാണ്, ഇല്ലേ? 19-ാമത്തെ അധ്യായം മുതൽ നമുക്ക് കാണാൻ സാധിക്കപ്പെടുന്നത് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായിട്ട് വീണ്ടും പ്രത്യക്ഷനാകുവാൻ പോകുന്ന ക്രിസ്തുവിന്റെ വരവാണ്. അശ്വാരൂഢനായി വരുന്ന ക്രിസ്തുവിന്റെ വരവിനെ പറ്റി രേഖപ്പെടുത്തുകയാണ്. അപ്പം വെളിപ്പാട് പുസ്തകത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയപ്പെടുന്നത് 21 22 അധ്യായങ്ങളാണ്. ഈ ഗ്രാൻഡ് ഫിനാലയ്ക്കകത്താണ് കാന്തനും കാന്തയും തമ്മിലുള്ള വാസം നമുക്ക് രേഖപ്പെടുത്തി. വീഞ്ഞു വീട്ടിലേക്ക് സ്നേഹക്കൊടിയുമായി ഇവർ കടന്നു പോകുന്ന ആ മനോഹരമായിരിക്കുന്ന വർണ്ണനയാണ് 21 22 അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണല്ലോ യോഹന്നാനോട് പറയപ്പെടുന്നത്, വരുവീൻ, ഞാൻ നിന്റെ കാന്തയെ കാണിച്ചു തരാമെന്ന് പറയപ്പെടുന്നത്. പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്നും ഭർത്താവിനായി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയെ പോലെ വരുന്നു എന്നും പറഞ്ഞ് 21-ാമത്തെ അധ്യായം ആരംഭിക്കപ്പെടുന്നു. അപ്പോൾ ഒരുങ്ങി നിൽക്കുന്ന കാന്തയുടെ, അതായത് പ്രകാശത്തിൽ പ്രശോഭിതയായി നിൽക്കുന്ന മനോഹര രൂപിണിയായിരിക്കുന്ന ദൈവസഭയെ പറ്റി യോഹന്നാൻ തൻ്റെ ക്യാൻവാസിൽ രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ നീളവും വീതിയും ഉയരവും ഒക്കെ സമചതുരമാണ്, സമഭാവനയെ കാണിക്കുന്നതാണ്, സമത്വത്തെ കാണിക്കപ്പെടുന്നതാണ്. അതിൻ്റെ 12 രത്നങ്ങൾ, ഗോപുരങ്ങൾ, തങ്കനിർമ്മിതമായിരിക്കുന്ന വീതികൾ, ഇതിനെയൊന്നും നമ്മൾ അക്ഷരാക്രമം അനുസരിച്ച് എടുക്കണമെന്നൊന്നുമില്ല. കാരണം ഈ ബൈബിൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം ഈസ് എ ട്രെയിലറാണ്. ദ ബുക്ക് ഓഫ് റെവലേഷൻ ഈസ് എ ട്രെയിലർ. ട്രെയിലർ നിങ്ങൾക്കറിയാമല്ലോ, ഒരു മൂവി വരുന്നതിന് മുൻപേ ട്രെയിലർ ഇറക്കാറുണ്ട്. ആ ട്രെയിലറിൽ കറക്റ്റ് മൂവി പറയത്തില്ല എന്തോ ആണെന്നുള്ളത്. ബുക്ക് ഓഫ് റെവലേഷൻ ഈസ് ആക്ച്വലി എ ട്രെയിലർ. നമ്മൾ ഇനിയും എത്ര വ്യാഖ്യാനിച്ചാലും ഇതിനപ്പുറമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെയൊക്കെ വ്യാഖ്യാനത്തിനും അപ്പുറമായിട്ടാണ് കാന്തനും കാന്തയും തമ്മിലുള്ള വാസത്തിൻ്റെ മനോഹരമായിരിക്കുന്ന വർണ്ണന രേഖപ്പെടുത്തുവാൻ മാനുഷിക നയനങ്ങൾക്കോ മാനുഷിക ഭാഷകൾക്കോ കഴിയത്തില്ല. പക്ഷേ യോഹന്നാൻ തൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് സമൂഹത്തിന് വേണ്ടി താൻ കണ്ട കാഴ്ചകൾ രേഖപ്പെടുത്തുകയാണ്. അപ്പം രത്നങ്ങൾ, മുത്തുകൾ, സ്വച്ഛസ്ഫടിക തുല്യമായിരിക്കുന്ന തങ്കനിർമ്മിതമായിരിക്കുന്ന നഗരം, വീതി, ഇതൊക്കെ കാണിക്കപ്പെടുന്ന ആ മനോഹാരിത എന്ന് പറയപ്പെടുന്നത് സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമഭാവനയുടേത്, സമ്പൂർണതയുടെയൊക്കെ ചിത്രം കാണിക്കപ്പെടുവാൻ താൻ ശ്രമിക്കുകയാണ്. ജീവവൃക്ഷവും ജീവഫലവും എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എറ്റേണൽ ലൈഫിൻ്റെ സമഗ്രമായ ജീവൻ്റെ ആഘോഷമാണ് നമ്മൾ അനുഭവിക്കുവാനായിട്ട് പോകുന്നത്. അവരവരുടെ നെറ്റിമേൽ അവൻ്റെ പേര് വരും എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നെറ്റിയിൽ പേരെഴുതിക്കൊണ്ട് നടക്കുന്നതിനെ കുറിച്ചല്ല. അതൊക്കെ ഒരു ഇറ്റേണൽ റിലേഷൻഷിപ്പിൻ്റെ ബന്ധമാണ് കാണിക്കപ്പെടുന്നത്. അവർ രാജാക്കന്മാരായിട്ട് വരും എന്ന് പറയപ്പെടുമ്പോൾ അതൊരു ഇറ്റേണൽ അതോറിറ്റിയാണ്. അപ്പം നമുക്ക് ലഭിക്കാൻ പോകുന്ന, നമുക്ക് തിന്മയുടെ അടിഞ്ഞാട്ടങ്ങൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് സമത്വ സുന്ദരമായിരിക്കുന്ന, സാഹോദര്യമുള്ള, നീതിയുള്ള ഒരു സാമ്രാജ്യം സ്ഥാപിക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു വരികയാണ്. ഇന്നത്തെ ലോകത്തിലെ വേടനെ പോലെയോ അംബേദ്കറിനെ പോലെയോ അല്ലെങ്കിൽ അയ്യങ്കാളിയെ പോലെയോ അതുപോലെ തന്നെ മാർക്സിനെ പോലെയോ മാർട്ടിൻ ലൂതറിനെ പോലെയുള്ള പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ഭാവനയുണ്ടായിരുന്നു, സമത്വ സുന്ദരമായിരിക്കുന്ന ലോകം. എന്നാൽ അവരൊക്കെ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അപ്പുറമായി ഉച്ചനീചത്വങ്ങളില്ലാത്ത, വർഗവർണ്ണ വ്യത്യാസങ്ങളില്ലാത്ത മനോഹരമായിരിക്കുന്ന ആ ഭൂമിയിൽ കാന്തനും കാന്തയും കൂടെ വസിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഭൂമി, ആ മനോഹരമായിരിക്കുന്ന ഒരു നവലോകം, ഒരു നവയുഗം കർത്താവ് സ്ഥാപിക്കാൻ പോകുക. രോഗങ്ങളില്ലാത്ത, ശാപങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത ആ മനോഹരമായിരിക്കുന്ന ഭൂമിയിൽ വസിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളോട് ഈ പുസ്തകത്തിൽ 7 പ്രാവശ്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു 7 പ്രാവശ്യം പറയുന്നൊരു കാര്യമാണ്, ഞാൻ വരുമെന്ന്. വെളിപ്പാട് പുസ്തകത്തിൽ 7 പ്രാവശ്യമാണ് പറയുന്നത്, കർത്താവ് പറയുന്നത്. 22-ാമത്തെ അധ്യായത്തിൻ്റെ 3 വാക്യങ്ങളിൽ ഞാൻ വരും എന്ന് പറയുന്നു. അതുപോലെ തന്നെ 2-ാം അധ്യായത്തിൻ്റെയും 3-ാം അധ്യായത്തിൻ്റെയും വാക്യങ്ങളിൽ കർത്താവ് സഭയോട് പറയുന്നു, ഞാൻ വരും, നിങ്ങൾ ഉള്ളത് പിടിച്ചുകൊള്ളുക എന്ന് പറയുന്നു. 16-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ കള്ളനെ പോലെ വരും, നിങ്ങളുടെ നഗ്ന കാണാതെ ഇരിക്കുവാൻ ഉടുപ്പ് കാത്ത് ജാഗരിച്ച് സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് 16:15 പറയുന്നു. നമ്മുടെ പ്രത്യാശ എന്താ? കർത്താവ് വരും എന്നുള്ളതാ.
ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ 7 ഭാഗങ്ങളിലായിട്ട് യോഹന്നാനോട് പറയുകയാണ്, ഞാൻ വരും എന്നുള്ളത്. ദൈവസഭയുടെ പ്രതീക്ഷയും പ്രത്യാശയും എന്താ? യോഹന്നാൻ ഈ പുസ്തകങ്ങൾക്ക് തിരശീലയിടുന്ന സന്ദർഭത്തിൽ താൻ അവസാനമായിട്ട് രേഖപ്പെടുത്തുന്നത്, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്നാണ്. തുടിക്കുന്ന ഹൃദയത്തോടും ചലിക്കുന്ന അധരത്തോടും പ്രത്യാശയുടെ നയനങ്ങളോടും കൂടെ ഇന്ന് പ്രഭാതത്തിൽ ഈ ഫാമിലി കോൺഫറൻസിനായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ നിന്ന് തുടിക്കുന്ന അധരങ്ങളോട് പറയേണ്ടത്, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്നാണ്. സഭയുടെ പ്രതീക്ഷയും പ്രത്യാശയും ആഗ്രഹവും താല്പര്യവും നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ചയും ഒരുക്കവും എല്ലാം ഉണ്ടാകേണ്ടത് അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഉടുപ്പ് മലിനമാകാത്ത ചില പ്രിയപ്പെട്ടവർ, വസ്ത്രം കാത്തു സൂക്ഷിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി യേശു മേഘാരൂഢനായി വരുന്നു. ആ പ്രതീക്ഷയുള്ള ദൈവമക്കൾ, ഈ ഫാമിലി കോൺഫറൻസ് വിട്ടുപോയാലും നിങ്ങളുടെ മനസ്സുകളുടെ ആഴങ്ങളിൽ പതിയേണ്ടത്, എൻ്റെ കർത്താവ് വരും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമുക്കേവർക്കും അറിയാവുന്ന ചില വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അനുഗ്രഹീതനായ ദൈവഭൃത്യനാണ് KV ജോസഫ് ഉപദേശി. അദ്ദേഹത്തിൻ്റെ അവസാന സന്ദർഭങ്ങൾ വളരെ ദുഃഖകരമായ സാഹചര്യങ്ങളായിരുന്നു. ഒരാശ്രമത്തിൽ താൻ അഭയം പ്രാപിക്കേണ്ടതായിട്ട് വന്നു. പട്ടിണിയായിരുന്നു, രോഗമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ താൻ വിവാഹം കഴിച്ചില്ല. അത് തൻ്റെ തീരുമാനമായിരുന്നു. എല്ലാവരും തന്നെ കൈവിട്ടു. താനൊരു രോഗിയായി 69ാമത്തെ വയസ്സിൽ തൻ്റെ അവസാനത്തെ പാട്ട് താൻ എഴുതുകയാണ്. 69ാമത്തെ വയസ്സിൽ ഏകാന്തതയിൽ രോഗിയായിട്ട് കഴിയപ്പെടുന്ന KV ജോസഫ് എന്നറിയപ്പെടുന്ന ആ ദൈവഭൃത്യൻ തൻ്റെ അവസാനത്തെ പാട്ട് ദൈവസന്നിധിയിൽ താൻ എഴുതി ഇടുകയുണ്ടായി. നമുക്കെല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്ന അനുഗ്രഹീതമായൊരു ഗാനമാണ് അത്. എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, വ്യർത്ഥമല്ല ആതു നിശ്ചയം, വേഗം കാണും എൻ മണാളനെ. വ്യർത്ഥമല്ല ആതു നിശ്ചയം, വേഗം കാണും എൻ മണാളനെ. കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രതീകമേ, യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രതീകമേ. നിറഞ്ഞ ലോകമേ നിന്നിൽ നിന്നു ഞാൻ പറയട്ടെ, കണ്ണുനീർ നിറഞ്ഞ ലോകമേ നിന്നിൽ നിന്നു ഞാൻ പറയട്ടെ. കണ്ണീമേക്കും നോടി നേരത്തിൽ എത്തും ഞാൻ ദൈവ തീരത്തിൽ. കണ്ണീമേക്കും നോടി നേരത്തിൽ എത്തും ഞാൻ ദൈവ തീരത്തിൽ. ഓ കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ട തന്നെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ട തന്നെ മുഖം കണ്ടിടും. യേശുവേ